സംസ്കൃതിയുടെ മറ്റൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ബേസ് ആയിട്ടുള്ള കുറെ കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് 8ാം ക്ലാസ്സിലെ ഒന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള തുല്യ ത്രികോണങ്ങൾ അഥവാ ഈക്വൽ ട്രയാങ്കിൾസ് എന്നുള്ള ചാപ്റ്ററിന്റെ കുറച്ച് ബേസിക് കാര്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത്. നമ്മൾ ആലോചിക്കുക, ഒരു ത്രികോണം എന്ന് പറയുന്ന സമയത്ത് തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഒരു കാര്യമാണ് 3 വശങ്ങളുള്ള ഏതോ ഒരു രൂപമാണെന്ന് മനസ്സിലാവുന്നത്. അതായത് 3 വശങ്ങളുള്ള രൂപങ്ങളെയാണ് നമ്മൾ പൊതുവെ എന്തെന്നറിയുന്നത്, ത്രികോണം എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. അപ്പൊ ഈ ത്രികോണത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് പ്രധാനമായിട്ടും 3 വശങ്ങളും 3 കോണുകളുമുള്ള ജാമിതീയ രൂപങ്ങളെ ആയിരിക്കും നമ്മൾ എന്തെന്നറിയപ്പെടുന്നത്, ത്രികോണങ്ങൾ എന്നറിയപ്പെടുന്നത്. അതായത് 3 വശങ്ങളും 3 കോണുകളും. എ പോളിഗൺ വിച്ച് ഹാവിംഗ് 3 സൈഡ്സ് ആൻഡ് 3 ആംഗിൾസ് ഈസ് നോൺ ആസ് ട്രയാങ്കിൾ. അപ്പൊ പ്രധാനമായിട്ടും ഈ ത്രികോണത്തിന്റെ പ്രത്യേകതയിൽ ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ത്രികോണത്തിന്റെ കോണളവെന്ന് പറയുന്നത്. അതായത് പ്രധാനമായും എത്ര കോണുകളുണ്ടെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു, 3 കോണുകളുണ്ടെന്ന് പറഞ്ഞു. ഈ 3 കോണുകളുടെയും തുക എന്ന് പറയുന്നത് എത്ര ഡിഗ്രി ആയിരിക്കും, 180 ഡിഗ്രി ആയിരിക്കും. ദി ടോട്ടൽ സം ഓഫ് ആംഗിൾ ഇൻ എ ട്രയാങ്കിൾ ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി, 180 ഡിഗ്രി ആയിരിക്കും. ഇനി അടുത്ത് പ്രധാനമായിട്ടും നമുക്ക് അറിഞ്ഞിരിക്കേണ്ട 2 തരത്തിലുള്ള ട്രയാങ്കിളുകളാണ് പ്രധാനമായിട്ടും ഉള്ളത്. ഒന്നാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് സമപാർശ്വ ത്രികോണം അല്ലെങ്കിൽ ഐസോസിലസ് ട്രയാങ്കിൾ എന്ന് പറയുന്ന ഒരു ടൈപ്പ് ഉണ്ട്. സമപാർശ്വ ത്രികോണം അല്ലെങ്കിൽ ഐസോസിലസ് ട്രയാങ്കിൾ. ഈ ത്രികോണങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത് 2 വശങ്ങളും 2 കോണുകളും തുല്യമായിട്ട് വരുന്ന ത്രികോണങ്ങളെയാണ് സമപാർശ്വ ത്രികോണം അല്ലെങ്കിൽ ഐസോസിലസ് ട്രയാങ്കിൾ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. അതായത് ഒരു ത്രികോണത്തിന്റെ ഏതെങ്കിലും 2 വശങ്ങളും 2 കോണുകളും തുല്യമായിട്ട് വരികയാണെങ്കിൽ ആ ത്രികോണങ്ങളെ നമ്മൾ എന്തെന്നറിയപ്പെടും, ഐസോസിലസ് ട്രയാങ്കിൾ അല്ലെങ്കിൽ സമപാർശ്വ ത്രികോണം എന്നുള്ള പേരിൽ അറിയപ്പെടും. ഇനി നെക്സ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് സമഭുജ ത്രികോണം അല്ലെങ്കിൽ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. അപ്പൊ നമുക്ക് ആലോചിക്കുക, സമഭുജ ത്രികോണം എന്ന് പറയുന്നത് 7ാം ക്ലാസ്സിൽ തന്നെ പല സന്ദർഭങ്ങളിലും നമുക്ക് ഉപയോഗിക്കേണ്ടി വന്നതാണ്. ഈ സമഭുജ ത്രികോണത്തിന്റെ എല്ലാ കോണുകളും എന്തായിരിക്കും, തുല്യമായിരിക്കും. അത് മാത്രമല്ല എല്ലാ വശങ്ങളും തുല്യമായിട്ട് വരുന്ന ത്രികോണങ്ങളെയാണ് നമ്മൾ എന്തെന്നറിയപ്പെടുന്നത്, സമഭുജ ത്രികോണങ്ങൾ എന്നറിയപ്പെടുന്നത്. അപ്പൊ ഞാൻ നിങ്ങളുടെ ഒരു ചോദ്യം ചോദിക്കുകയാണ്, ഒരു സമഭുജ ത്രികോണത്തിന്റെ ഒരു കോൺ കണക്കാക്കാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ അത് എങ്ങനെയായിരിക്കും കണ്ടുപിടിക്കുന്നത്? ആലോചിക്കുക, ആകെ കോണളവ് എന്ന് പറയുന്നത് എത്ര ഡിഗ്രി തന്നെയാണ്, 180 ഡിഗ്രി തന്നെയാണ്. ഒരു കോൺ എത്രയാണെന്ന് ചോദിച്ചാൽ പ്രധാനമായിട്ടും എത്ര കോണുകളാണ് ത്രികോണത്തിനുള്ളത്, 3 കോണുകളാണുള്ളത്. ആ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 180 ഡിഗ്രിയെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്രയെന്ന് കിട്ടും, 60 ഡിഗ്രി എന്ന് കിട്ടും. അതായത് ഒരു സമഭുജ ത്രികോണത്തിന്റെ അല്ലെങ്കിൽ ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ 1 ആംഗിൾ എന്ന് പറയുന്നത് എത്ര ഡിഗ്രി ആയിരിക്കും, 60 ഡിഗ്രി ആയിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ ബേസ് ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. ഈ ചാപ്റ്ററിൽ തുല്യ ത്രികോണങ്ങൾ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഈക്വൽ ട്രയാങ്കിൾസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഏതൊക്കെ രീതിയിൽ 2 ത്രികോണങ്ങൾ തുല്യമായിട്ട് വരും എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ 7ാം ക്ലാസ്സിലെ 8ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ത്രികോണ നിർമ്മിതി അല്ലെങ്കിൽ ഡ്രോയിങ് ട്രയാങ്കിൾസ് എന്നുള്ള ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെയൊക്കെ ത്രികോണങ്ങൾ വരയ്ക്കാം, വ്യത്യസ്തമായിട്ടുള്ള ഒരു 4 മെത്തേഡുകൾ എങ്ങനെയൊക്കെ വരയ്ക്കാം എന്നുള്ളതാണ് നമ്മൾ ആ ചാപ്റ്ററിൽ പഠിച്ചത്. എന്നാൽ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത് കുറച്ച് നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ എങ്ങനെയൊക്കെ 2 ത്രികോണങ്ങൾ തുല്യമായിട്ട് വരും എന്നുള്ള കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതായത് ഏതൊക്കെ രീതിയിലായിരിക്കാം 2 ത്രികോണങ്ങൾ തുല്യമായിട്ട് വരുന്നത്. അതായത് ജാമിതിയുമായി ബന്ധപ്പെട്ട ചാപ്റ്റർ ആണ്. ഈ ചാപ്റ്ററിൽ നമുക്ക് ത്രൂ ഔട്ട് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ തെളിയിക്കാനും കോണുകൾ കണ്ടുപിടിക്കാനും ഒക്കെയാണ് ഉള്ളത്. അപ്പൊ ഏറ്റവും ബേസ് ആയിട്ടുള്ള ഒന്നാമത്തെ ക്വസ്റ്റ്യനിലൂടെ നമുക്ക് കടക്കാം. ABC എന്ന് പറയുന്ന ത്രികോണം തന്നിട്ടുണ്ട്. അതിൽ A എന്ന് പറയുന്ന കോൺ 60 ഡിഗ്രിയും C എന്ന് പറയുന്ന കോൺ 50 ഡിഗ്രിയുമാണ്. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ആംഗിൾ B അല്ലെങ്കിൽ കോൺ B കണക്കാക്കുക എന്നാണ് ഒരു ക്വസ്റ്റ്യൻ വരുന്നത് എങ്കിൽ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ചെയ്യുന്ന സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് കണ്ടുപിടിക്കാനുള്ള ആംഗിൾ എന്ന് പറയുന്നത് ആംഗിൾ B ആണ്. ഓക്കെ, ആംഗിൾ B കണ്ടുപിടിക്കുന്നതിന് വേണ്ടി ചെയ്യുന്ന സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു ത്രികോണത്തിലെ ആകെ കോണളവ് എന്ന് പറയുന്നത് എത്ര ഡിഗ്രിയാണ്, 180 ഡിഗ്രിയാണ്. അതായത് ടോട്ടൽ സം ഓഫ് ആംഗിൾ ഇൻ എ ട്രയാങ്കിൾ ഈസ് ഈക്വൽ ടു 180 ഡിഗ്രിയാണ്. അതിൽ നിന്ന് നമ്മൾ എത്ര മൈനസ് ചെയ്യുക, 2 കോണളവുകൾ തന്നിട്ടുണ്ട്. ഏതൊക്കെ, ഒരു 60 ഡിഗ്രിയും തന്നിട്ടുണ്ട്, ഒരു 50 ഡിഗ്രിയും തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 60ഉം 50ഉം തമ്മിൽ ആഡ് ചെയ്യുക. എന്നിട്ട് എന്തിൽ നിന്ന് കുറയ്ക്കുക, 180 ഡിഗ്രിയിൽ നിന്ന് മൈനസ് ചെയ്യുക. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് എഴുതിയിട്ടുണ്ട്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് 180 മൈനസ് 60 പ്ലസ് 50 എന്ന് പറയുന്നത് എത്ര ഡിഗ്രി ആയിരിക്കും, 110 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, 180 മൈനസ് 110 ഇസ് ഈക്വൽ ടു 70 ഡിഗ്രി എന്ന ഉത്തരത്തിലൂടെ നമുക്ക് എത്തിച്ചേരാം. അപ്പൊ ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നത് എത്ര ഡിഗ്രിയാണ്, 70 ഡിഗ്രി ആയിരിക്കും. ഇനി നമുക്ക് കിട്ടിയ ഉത്തരം ശരിയാണോ എന്ന് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ 3 കോണുകളും തമ്മിൽ എന്ത് ചെയ്യുക, കൂട്ടി നോക്കുക. കൂട്ടി നോക്കുന്ന സമയത്ത് 3 കോണുകളുടെയും ആകെ തുക എന്ന് പറയുന്നത് എത്ര തന്നെ വരണം, 180 ഡിഗ്രി തന്നെ വരണം. എങ്കിൽ മാത്രമേ നമുക്ക് കിട്ടിയ ഉത്തരം എന്താവത്തുള്ളൂ, ശരിയാവത്തുള്ളൂ. അപ്പൊ നിങ്ങൾ ഇതുപോലത്തെ കുറച്ച് ക്വസ്റ്റ്യനുകൾ കൂടി വർക്ക് ചെയ്ത് നോക്കുക.
ഒന്നാമത്തെ ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് കിടക്കാം. ചിത്രത്തിലെ രണ്ട് ത്രികോണങ്ങൾ തന്നിട്ടുണ്ട്. ഈ ത്രികോണത്തിലെ വശങ്ങൾ തുല്യമായുള്ള വശങ്ങൾ അടുത്ത ത്രികോണത്തിലുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് വരുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈ ത്രികോണങ്ങൾ രണ്ടും തുല്യമാണോ എന്നുള്ളതാണ് ചോദ്യമായിട്ട് വരുന്നത്. അപ്പൊ നമ്മൾ ആലോചിക്കുക, ഞാൻ ആദ്യം തന്നെ പറഞ്ഞായിരുന്നു ഈ ചാപ്റ്ററിലുള്ള നിയമങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ ചാപ്റ്ററിലുള്ള പ്രൂവ് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് തെളിയിച്ചിരിക്കേണ്ടതായിട്ടുള്ളത്. ഇവിടെ നമ്മൾ ഫസ്റ്റ് പഠിക്കുന്ന നിയമം എന്ന് പറയുന്നത് ഒരു ത്രികോണത്തിന്റെ വശങ്ങളെല്ലാം മറ്റൊരു ത്രികോണത്തിന്റെ വശങ്ങൾക്ക് തുല്യമാണെങ്കിൽ ആ ത്രികോണത്തിലെ കോണുകളും എന്തായിരിക്കും? തുല്യമായിരിക്കും. The sides of a triangle are equal to the sides of another triangle. All the angles in a triangle are also equal. ഇതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് നോക്കാം. ഈ തന്നിട്ടുള്ള ചിത്രത്തില് എല്ലാ വശങ്ങളും തുല്യമാണോ എന്നുള്ള കേസ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഒന്നാമത്തെ വശം എന്ന് പറയുന്നത് 4 സെന്റിമീറ്റർ ബേസ് ആയിട്ടുള്ള വശം എന്ന് പറയുന്നത് എത്ര തന്നെയാണ്? 4 സെന്റിമീറ്റർ തന്നെയാണ്. രണ്ടാമത്തെ വശം നമ്മളിവിടെ 5 സെന്റിമീറ്റർ വശമുണ്ട്, തൊട്ടപ്പുറത്തും ഒരു 5 സെന്റിമീറ്റർ വശമുണ്ട്. ഇവിടെ ഒരു 7 സെന്റിമീറ്റർ വശമുണ്ട്. മൂന്നാമത്തെ വശം തൊട്ടപ്പുറത്തും എന്തുണ്ട്? 7 സെന്റിമീറ്റർ ആയിട്ടുള്ള മൂന്നാമതൊരു വശമുണ്ട്. നമ്മൾ ചെക്ക് ചെയ്യാനുള്ള കേസ് ഈ ത്രികോണത്തിലെ വശങ്ങൾ എല്ലാം അടുത്ത ത്രികോണത്തിലെ വശങ്ങൾക്ക് തുല്യമാണോ എന്നുള്ള കേസ് ചെക്ക് ചെയ്യുക. നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് എന്താണെന്ന് കിട്ടി? തുല്യമാണെന്ന് കിട്ടി. അപ്പൊ നമുക്ക് ചോദ്യം എന്ന് പറയുന്നത് ഈ രണ്ട് ത്രികോണങ്ങളും തുല്യമാണോ എന്നുള്ളതാണ് ചോദ്യം. ആലോചിക്കുക, if the sides of a triangle are equal to the sides of another triangle, then the angles in the triangle are also equal ആയിരിക്കും. അതായത് ഒരു ത്രികോണത്തിന്റെ വശങ്ങളെല്ലാം മറ്റൊരു ത്രികോണത്തിന്റെ വശങ്ങൾക്ക് തുല്യമാണെങ്കിൽ ആ ത്രികോണത്തിലെ കോണുകളും എന്തായിരിക്കും? തുല്യമായിരിക്കും. അടുത്തൊരു ക്വസ്റ്റ്യനിലോട്ട് പോവുകയാണ്. ചിത്രത്തിലുള്ളതെന്ന് പറയുന്നത് നമ്മൾ നേരത്തെ വർക്ക് ചെയ്ത അതേ ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇനി നമ്മൾ അടുത്തൊരു റൂളാണ് പഠിക്കാൻ പോകുന്നത്. തൊട്ട് മുന്നേ പഠിച്ച റൂൾ എന്ന് പറയുന്നത് ഒരു ത്രികോണത്തിലെ എല്ലാ വശങ്ങളും മറ്റൊരു ത്രികോണത്തിലെ എല്ലാ വശങ്ങൾക്കും തുല്യമാണെങ്കിൽ ആ ത്രികോണങ്ങളുടെ പരപ്പളവുകൾ അല്ലെങ്കിൽ ആ ത്രികോണങ്ങൾ തുല്യമാണ് എന്നുള്ള കേസാണ് നമ്മൾ നേരത്തെ പഠിച്ചത്. അല്ലെങ്കിൽ എല്ലാ കോണുകളും തുല്യമാണ് എന്നുള്ള കേസാണ് നമ്മൾ പഠിച്ചത്. എന്നാൽ നമ്മൾ ഇതിന്റെ അടുത്തൊരു പ്രത്യേകതയിലോട്ട് പോവുകയാണ്. ഈ തന്നിട്ടുള്ള ത്രികോണങ്ങൾ രണ്ടും തുല്യമാണെന്നുള്ള കേസിന് മുൻകൂട്ടി ഒന്നുകൂടെ പറയേണ്ട ആവശ്യമില്ലല്ലോ. നോക്കുക, ഇനി നമ്മൾ ഇതിന്റെ കോണുകൾ അല്ലെങ്കിൽ ആംഗിൾസിന് എന്തെങ്കിലും പ്രത്യേകതകളുണ്ടോ എന്നുള്ള കേസാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നോക്കുക, 7 സെന്റിമീറ്ററിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ, ഈ ആംഗിളിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് 90 ഡിഗ്രിയേക്കാൾ കൂടിയ ഒരു ആംഗിൾ ആണ്. മീൻസ് ഇതൊരു ഒബ്റ്റ്യൂസ് ആംഗിൾ ആണ്. ഇവിടെയും എന്ത് തന്നെയാണ് വന്നിട്ടുള്ളത്? 90 ഡിഗ്രിയേക്കാൾ കൂടിയ ഒരു ഒബ്റ്റ്യൂസ് ആംഗിൾ തന്നെയാണ് വന്നിട്ടുള്ളത്. ഓക്കെ, ഇനി അടുത്ത നെക്സ്റ്റ് കേസ് 5 സെന്റിമീറ്ററിന് ഓപ്പോസിറ്റ് ആംഗിളും 4 സെന്റിമീറ്ററിന് ഓപ്പോസിറ്റും ഓരോ ആംഗിളുകളുണ്ട്. ഈ ആംഗിളുകളെല്ലാം തന്നെ എന്ത് തന്നെയാണ്? അക്യൂട്ട് ആംഗിൾ അഥവാ ന്യൂന കോണുകൾ തന്നെയാണ്. രണ്ടെണ്ണത്തിലും അതേ പ്രത്യേകത നമുക്ക് കാണാൻ പറ്റും. മീൻസ് 4 സെന്റിമീറ്ററിന് ഒരു ഓപ്പോസിറ്റ് ആംഗിൾ ഉണ്ട്, 5 സെന്റിമീറ്ററിന് ഒരു ഓപ്പോസിറ്റ് ആംഗിൾ ഉണ്ട്. ഈ ആംഗിളുകൾ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ഈ കോണുകൾ എന്ന് പറയുന്നത് ന്യൂന കോണുകൾ അഥവാ അക്യൂട്ട് ആംഗിളുകൾ തന്നെയാണ്. ഓക്കെ, അതിനായിട്ട് പഠിക്കാൻ പോകുന്ന റൂൾ എന്ന് പറയുന്നത് ഒരു ത്രികോണത്തിലെ എല്ലാ വശങ്ങളും മറ്റൊരു ത്രികോണത്തിലെ എല്ലാ വശങ്ങൾക്കും തുല്യമാണെങ്കിൽ ആ ത്രികോണത്തിലെ തുല്യമായ വശങ്ങൾക്കെതിരെയുള്ള കോണുകളും തുല്യമായിരിക്കും. Means if the sides of a triangle are equal to the sides of another triangle, then the angles opposite to the equal sides are also equal എന്നുള്ള നിയമമാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്നത്. ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഈ റൂളുകൾ ഉപയോഗിച്ചുകൊണ്ട് കുറച്ചും കൂടി ക്വസ്റ്റ്യനുകൾ വർക്ക് ചെയ്യാനാണ് പോകുന്നത്. അപ്പൊ ടെക്സ്റ്റ് ബുക്കിലുള്ള ഒന്നാമത്തെ ചോദ്യത്തിലോട്ട് നമുക്ക് കിടക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് in each pair of triangles below find all pairs of matching angles and write them down. അതായത് ചുവടെയുള്ള ഓരോ ജോഡി ചിത്രങ്ങളിലും ഒരു ത്രികോണത്തിലെ കോണുകൾക്ക് തുല്യമായ കോണുകൾ മറ്റേ ത്രികോണത്തിൽ നിന്ന് കണ്ടുപിടിച്ചെഴുതുക. അതായത് ക്വസ്റ്റ്യനിൽ പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ത്രികോണത്തിലെ കോണുകൾക്ക് തുല്യമായ കോണുകൾ മറ്റേ ത്രികോണത്തിൽ നിന്ന് കണ്ടുപിടിച്ചെഴുതാനാണ് പറയുന്നത്. ചുവടെ രണ്ട് ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കാനുള്ള കാര്യം എന്ന് പറയുന്നത് ഒരു ത്രികോണത്തിലെ കോണുകൾക്ക് തുല്യമായ കോണുകൾ മറ്റേ ത്രികോണത്തിൽ നിന്ന് എന്ത് ചെയ്യുക? കണ്ടുപിടിച്ചെഴുതുക. അതാണ് നമുക്കുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പൊ ചെയ്യുന്ന സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആദ്യം രണ്ട് ത്രികോണങ്ങളും ഈക്വൽ ആണോ തുല്യമാണോ എന്നുള്ള കേസ് ആദ്യം ചെക്ക് ചെയ്യുക. അതായത് ഇവിടുത്തെ വശങ്ങളെല്ലാം തൊട്ടപ്പുറത്തെ ത്രികോണത്തിൽ അതുപോലെ ഉണ്ടോ എന്നുള്ള കേസ് നോക്കിയാൽ മതി. ഒന്നാമത് 6 സെന്റിമീറ്റർ വശം തൊട്ടപ്പുറത്തെ ത്രികോണത്തിലുണ്ട്, അതേ 6 സെന്റിമീറ്റർ വശം. അടുത്തൊരു 5 സെന്റിമീറ്റർ വശം തൊട്ടപ്പുറത്തുണ്ട്, BQ ആയിട്ടുണ്ട്. അടുത്ത AC എന്ന് പറയുന്ന 4 സെന്റിമീറ്റർ വശം തൊട്ടപ്പുറത്തെ ത്രികോണത്തിൽ RQ ആയിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. അപ്പം ത്രികോണങ്ങളിൽ വശങ്ങളെല്ലാം തുല്യമാണ് എന്നുള്ള കേസ് ഓക്കെയാണ്. ഇനി നമുക്ക് ചെക്ക് ചെയ്യാനുള്ള കേസ് അല്ലെങ്കിൽ കണ്ടുപിടിച്ച് എഴുതാനുള്ള കേസ് ത്രികോണത്തിൽ നിന്നും തുല്യമായ കോണുകൾ മറ്റേ ത്രികോണത്തിൽ നിന്നും കണ്ടുപിടിച്ച് എഴുതുക എന്നുള്ളതാണ് നമുക്കുള്ള ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ ഒന്നാമതായിട്ട് കോൺ A അല്ലെങ്കിൽ ആംഗിൾ A പരിഗണിക്കുകയാണ്. അപ്പൊ ആംഗിൾ Aക്ക് ഈക്വൽ ആയിട്ടുള്ള തൊട്ടപ്പുറത്ത് PQR എന്ന് പറയുന്ന ത്രികോണത്തിലുള്ള കോൺ ഏതാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അത് കണ്ടുപിടിക്കുന്നതിനായിട്ട് ആംഗിൾ Aക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് നോക്കുക. 5 സെന്റിമീറ്റർ വശമാണ് ആംഗിൾ Aക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ളത്. തൊട്ടിപ്പുറത്താണെങ്കിൽ അതേ 5 സെന്റിമീറ്റർ വശം എന്ന് പറയുന്നത് PQR എന്ന് പറയുന്ന ത്രികോണത്തിൽ 5 സെന്റിമീറ്റർ വശത്തിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ളത് ആംഗിൾ R ആണ്. അപ്പൊ ഈ രണ്ട് ത്രികോണത്തിൽ ആംഗിൾ Aക്ക് ഈക്വൽ ആയിട്ടുള്ളത് ആംഗിൾ R ആണ്. ഓക്കെ ആണല്ലോ.
ചെയ്യുന്ന സ്റ്റെപ്പ് എന്ന് പറയുന്നത് തൊട്ട് മുന്നേ നമ്മൾ ഒരു തിയറി പഠിച്ചിട്ടുണ്ട്. ഒരു ത്രികോണത്തിലെ വശങ്ങളെല്ലാം മറ്റൊരു ത്രികോണത്തിലെ വശങ്ങൾക്ക് തുല്യമാണെങ്കിൽ തുല്യമായ വശങ്ങൾക്കെതിരെയുള്ള കോണുകൾ എന്തായിരിക്കും? തുല്യമായിരിക്കും. അതായത് ഈക്വൽ സൈഡ്സിന് ഓപ്പോസിറ്റ് ആംഗിൾ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും എന്നുള്ളതാണ് തിയറി. അപ്പൊ നെക്സ്റ്റ് അടുത്ത ആംഗിൾ എന്ന് പറയുന്നത് ആംഗിൾ ബി ആണ്. ആ ആംഗിൾ ബിക്ക് ഈക്വൽ ആയിട്ടുള്ള സൈഡ് കണ്ടുപിടിക്കണമെങ്കിൽ ആംഗിൾ ബി എന്ന് പറയുന്നത് 4 സെന്റിമീറ്ററിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ ആണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ 4 സെന്റിമീറ്ററിന്റെ ഓപ്പോസിറ്റ് ആംഗിൾ എന്ന് പറയുന്നത് ആംഗിൾ പി ആണ്. അപ്പൊ ആംഗിൾ ബിക്ക് ഈക്വൽ ആയിട്ടുള്ളത് ആംഗിൾ പി ആയിരിക്കും. ഓക്കെ, ഇനി ലാസ്റ്റ് സ്റ്റെപ്പിൽ വേണമെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്ത തിയറി അനുസരിച്ച് തന്നെ എഴുതാം, അല്ലെങ്കിൽ ലാസ്റ്റ് ബാക്കിയുള്ള 2 ആംഗിളുകൾ എടുത്ത് എഴുതിയാൽ മതി. ആംഗിൾ സി ആണ് എ ബിയിൽ അവശേഷിക്കുന്നത്. അടുത്ത് ഇവിടെ അവശേഷിക്കുന്നത് എന്ന് പറയുന്നത് ആംഗിൾ ക്യൂ ആണ്. അപ്പൊ ആംഗിൾ സിക്ക് ഈക്വൽ ആയിട്ടുള്ളത് ആംഗിൾ ക്യൂ ആണ്. അല്ലെങ്കിൽ നമുക്ക് തിയറി വെച്ച് ചെക്ക് ചെയ്യാവുന്നതാണ്. നമുക്ക് നോക്കാവുന്ന ആംഗിൾ സിക്ക് ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് 6 സെന്റിമീറ്റർ സൈഡ് ആണ്. തൊട്ട് അപ്പുറത്തെ ക്വസ്റ്റ്യനിൽ 6 സെന്റിമീറ്ററിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നത് ആംഗിൾ ക്യൂ ആണ്. ഓക്കെ ആണല്ലോ. അപ്പൊ നമ്മൾ ആലോചിക്കേണ്ട തിയറി എന്ന് പറയുന്നത് ഒരു ത്രികോണത്തിലെ വശങ്ങളെല്ലാം മറ്റൊരു ത്രികോണത്തിലെ വശങ്ങൾക്ക് തുല്യമാണെങ്കിൽ തുല്യമായ വശങ്ങൾക്കെതിരെയുള്ള കോണുകളും എന്തായിരിക്കും? തുല്യമായിരിക്കും. അതായത് all sides of a triangle are equal to the sides of another triangle, then the angles opposite to the equal sides are also equal ആയിട്ട് വരും. ഓക്കെ, ഈ കിടക്കുന്ന ക്വസ്റ്റ്യന് തൊട്ട് താഴെ തന്നെ ടെക്സ്റ്റിനകത്ത് വേറൊരു ക്വസ്റ്റ്യൻ കൂടെ കിടപ്പുണ്ട്. അപ്പൊ നിങ്ങളെ വീട്ടിൽ ഇരുന്ന് ആ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നുള്ള കേസ് നോക്കുക. നമുക്ക് അടുത്ത വീഡിയോയിൽ ഈ ക്വസ്റ്റ്യൻ ജസ്റ്റ് ഒന്ന് ചെയ്തിട്ട് പോവാം. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ചുവടെ വരച്ചിരിക്കുന്ന 2 ത്രികോണങ്ങളിൽ എ ബി is equal to QR, BC is equal to RP, CA is equal to PQ എന്നിങ്ങനെയാണ്. ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ത്രികോണം എ ബി സിയിലെ കോൺ സിയും ത്രികോണം PQRലെ കോണുകളും കണ്ടുപിടിച്ച് എഴുതുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അടുത്ത ഇംഗ്ലീഷ് മീഡിയക്കാർക്കുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇൻ ദി ട്രയാംഗിൾസ് ബിലോ എ ബി is equal to QR, BC is equal to RP, CA is equal to PQ. Compute angle C of triangle ABC and all angles triangle PQR എന്നുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഫസ്റ്റ് എ ബി സി എന്ന് പറയുന്ന ഒരു ത്രികോണവും PQR എന്ന് പറയുന്ന അടുത്തൊരു ത്രികോണവും തന്നിട്ടുണ്ട്. എ ബി സിയിലെ 2 കോണുകൾ 40 ഡിഗ്രിയും 60 ഡിഗ്രിയുമായി തന്നിട്ടുണ്ട്. PQRൽ ഒരു കോണുകളും തന്നിട്ടില്ല. നമുക്കുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈ ത്രികോണത്തിലെ തുല്യമായ കോണുകൾ മറ്റേ ത്രികോണത്തിൽ നിന്ന് കണ്ടുപിടിച്ചെടുക്കുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യനിൽ കുറച്ച് കണ്ടീഷൻസ് പറയുന്നുണ്ട്. ഈ കണ്ടീഷൻസ് വ്യക്തമായിട്ട് വായിച്ച് മനസ്സിലാക്കുക. എ ബി എന്ന് പറയുന്ന എ ബി സി എന്ന് പറയുന്ന ത്രികോണത്തിൽ എ ബി എന്ന് പറയുന്ന സൈഡ് PQR എന്ന് പറയുന്ന ത്രികോണത്തിൽ QR എന്ന് പറയുന്ന വശത്തിന് തുല്യമായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ നമുക്കതൊന്ന് മാർക്ക് ചെയ്യാൻ തുല്യമായ വശങ്ങൾ 2 ട്രയാങ്കിൾ നമുക്ക് മാർക്ക് ചെയ്ത് വെക്കാം. ഓക്കെ, ഒന്നാമത്തെ കേസിൽ എ ബി എന്ന് പറയുന്ന ഫസ്റ്റ് കണ്ടീഷൻ നമുക്ക് ഒന്നെന്ന് കൊടുക്കാം. എ ബി എന്ന് പറയുന്ന സൈഡ് അടുത്ത ഇതിൽ QR എന്ന് പറയുന്ന PQR എന്ന് പറയുന്ന ത്രികോണത്തിൽ QR എന്ന് പറയുന്ന വശത്തിന് തുല്യമാണ്. നെക്സ്റ്റ് സൈഡ് എന്ന് പറയുന്ന രണ്ടാമത്തെ കണ്ടീഷൻ BC is equal to RP, അതായത് BC എന്ന് പറയുന്ന രണ്ടാമത്തെ കണ്ടീഷൻ തൊട്ടപ്പുറത്തെ ത്രികോണത്തില് RP എന്ന് പറയുന്ന വശത്തിന് തുല്യമായിട്ടുണ്ട് എന്നുള്ളത് കേസാണ് രണ്ടാമത്തെ കണ്ടീഷൻ. അടുത്ത CA is equal to PQ, മീൻസ് ഈ വശം എന്ന് പറയുന്നത് PQ ന് തുല്യമായിട്ട് വരും എന്നുള്ള കേസാണ് കണ്ടീഷൻ. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് കണ്ടുപിടിക്കാൻ പറയുന്ന കാര്യം ABC എന്ന് പറയുന്ന ത്രികോണത്തിലെ കോൺ C കണക്കാക്കുക. ബാക്കി ത്രികോണത്തിലെ തുല്യമായി ഈ ത്രികോണത്തിലെ കോണുകൾക്ക് തുല്യമായ കോണുകളെല്ലാം PQR എന്ന് പറയുന്ന ത്രികോണത്തിൽ നിന്ന് കണ്ടുപിടിച്ചെഴുതുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യമേ നോക്കുക. ആംഗിൾ C കണ്ടുപിടിക്കുന്നതിന് നമുക്ക് ആദ്യം തന്നെ അറിയാം ഒരു ത്രികോണത്തിലെ ആകെ കോണുകളുടെ അളവുകളുടെ തുക എന്ന് പറയുന്നത് 180 ഡിഗ്രി ആയിരിക്കും. ഒരു ത്രികോണത്തിലെ കോണുകളുടെ അളവുകളുടെ തുക എന്ന് പറയുന്നത് 180 ഡിഗ്രി ആയിരിക്കും. അപ്പൊ നമ്മൾ മൈനസ് ചെയ്യുക. എന്ത് ചെയ്യാൻ വേണ്ടി? കോൺ C കണ്ടുപിടിക്കാൻ വേണ്ടി 180ൽ നിന്ന് തന്നിട്ടുള്ള 60 പ്ലസ് 40 എന്ത് ചെയ്യുക? മൈനസ് ചെയ്യുക. ഓക്കെ, 180ൽ നിന്ന് 60 അധികം 40 എന്ന് പറയുന്നത് എത്രയായിരിക്കും? 100 ആയിരിക്കും. 180 മൈനസ് 100 എന്ന് പറയുന്നത് എത്ര ഡിഗ്രി ആയിരിക്കും? 80 ഡിഗ്രി ആയിരിക്കും. അതായത് ഈ ഒരു കോൺ എന്ന് പറയുന്നത് എത്ര ഡിഗ്രി ആണെന്ന് കിട്ടും? 80 ഡിഗ്രി ആണെന്ന് കിട്ടും. അപ്പൊ നമുക്ക് ഒന്നാമത്തെ ത്രികോണം എ ബി സിയിലെ എല്ലാ കോണുകളും ഒന്നാമത്തെ കോൺ 40 ഡിഗ്രി എന്നും രണ്ടാമത്തെ കോൺ 60 ഡിഗ്രി എന്നും മൂന്നാമത്തെ കോൺ 80 ഡിഗ്രി എന്നും കിട്ടും. ഓക്കെ, ഇനി അടുത്ത നമുക്ക് കണ്ടുപിടിക്കാനുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് ക്വസ്റ്റ്യനിലുള്ള PQR എന്ന് പറയുന്ന ത്രികോണത്തിൽ ഇതിന് തുല്യമായിട്ടുള്ള കോണുകൾ അപ്പുറത്ത് നിന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമുക്കുള്ള ക്വസ്റ്റ്യൻ. ഓക്കെ, ഒന്നാമത്തെ കേസിൽ നമുക്ക് ചെക്ക് ചെയ്യാവുന്ന കേസ് ഒന്നാമത്തെ സൈഡിന് എതിരെയുള്ള കോൺ എന്ന് പറയുന്നത് എത്ര ഡിഗ്രി കോണാണ്? ഒരു 80 ഡിഗ്രി കോണാണ് ഒന്നാമത്തെ സൈഡ്സിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള കോൺ എന്ന് പറയുന്നത്. അപ്പോഴാ എ ബിക്ക് തുല്യമായിട്ടുള്ള വശം ഏതായിരിക്കും ഇവിടെ വരുന്നത്? QR ആയിരിക്കും. ഒന്നാമത്തെ വശം എ ബി ആണെങ്കിൽ തൊട്ടപ്പുറത്തെ PQR എന്ന് പറയുന്ന ത്രികോണത്തില് QR ആണ് എന്ന് പറയുന്നത് ഒന്നാമത്തെ വശം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിന് എതിരെയുള്ള കോൺ നോക്കുക. അപ്പൊ ഇവിടുത്തെ ഒന്നാമത്തെ വശം എന്ന് പറയുന്നത് കോൺ C ആണ്. അതിനെതിരെ ആയിട്ടുള്ള കോൺ എന്ന് പറയുന്നത് തൊട്ട് അപ്പുറത്തെ ത്രികോണത്തിൽ ഒന്നാമത്തെ വശത്തിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നത് കോൺ P ആയിരിക്കും. ഓക്കെ, അതായത് ഈ ത്രികോണത്തിലെ കോൺ സിക്ക് തുല്യമായിട്ടുള്ള കോണാണ് ഈ ത്രികോണത്തിലെ
കോൺ പി എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത നെക്സ്റ്റ് രണ്ടാമത്തെ വശത്തിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള കോൺ എന്ന് പറയുന്നത് 40 ഡിഗ്രി കോൺ ആയിട്ടുള്ള കോൺ എ ആണ്. തൊട്ട് അപ്പുറത്തെ ത്രികോണത്തിലാണെങ്കിൽ രണ്ടാമത്തെ വശത്തിന് ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് കോൺ ക്യൂ ആയിരിക്കും. ഓക്കെ, ഇനി മൂന്നാമത്തെ കോൺ കണ്ടുപിടിക്കണം. മൂന്നാമത്തെ കോൺ കണ്ടുപിടിക്കാനായിട്ട് മൂന്നാമത്തെ വശത്തിനെതിരെയുള്ള കോൺ 60 ഡിഗ്രി കോണാണ്. അത് നമുക്ക് ചെക്ക് ചെയ്യേണ്ട പോലും ആവശ്യമില്ല. ഇവിടെ ഏതാണോ ആംഗിൾ ഇനി എഴുതാൻ നമുക്ക് അവശേഷിക്കുന്നത് അതങ്ങ് കൊടുത്താൽ മതി. ഇവിടെ കോൺ സിയും കോൺ എയും എഴുതിയിട്ടുണ്ട്. ത്രികോണത്തിന് ബാക്കിയുള്ള ആംഗിൾ എന്ന് പറയുന്നത് കോൺ ബി ആയിരിക്കും. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടെ പിയും ക്യൂവും എഴുതിയിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് ഏതായിരിക്കും? ആംഗിൾ ആർ ആയിരിക്കും ബാലൻസ് ആയിട്ടുള്ളത്. അപ്പൊ നമുക്ക് ശരിയാണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. മൂന്നാമത്തെ സൈഡിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ളത് ആംഗിൾ ബി 60 ഡിഗ്രി ആയിരിക്കും. അതെന്ന് പറയുന്നത് ഇവിടുത്തെ മൂന്നാമത്തെ സൈഡിന് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ആംഗിൾ എന്ന് പറയുന്നത് ആംഗിൾ ആർ ആയിരിക്കും. അപ്പോൾ നമുക്കുള്ള ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഈ ത്രികോണത്തിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഈ ത്രികോണത്തിലെ ആംഗിൾ സി, ത്രികോണം എ ബി സിയിൽ എന്ത് കണ്ടുപിടിക്കുക? സി എന്ന് പറയുന്ന കോൺ കണ്ടുപിടിക്കുക. സി എന്ന് പറയുന്ന കോൺ കണ്ടുപിടിക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ച തിയറി എന്ന് പറയുന്നത് ഒരു ത്രികോണത്തിലെ ആകെ കോണുകളുടെ അളവുകളുടെ തുക 180 ഡിഗ്രി ആയിരിക്കും എന്നുള്ള തിയറിയിൽ നിന്ന് ബാക്കി രണ്ട് ആംഗിളുകൾ മൈനസ് ചെയ്യുന്ന സമയത്ത് എത്ര ഡിഗ്രി എന്ന് കിട്ടും? 80 ഡിഗ്രി എന്ന് കിട്ടും. ഓക്കെ, ഇനി അടുത്ത നെക്സ്റ്റ് പി ക്യു ആറില് ത്രികോണം, ഈ പി ക്യു ആർ എന്ന് പറയുന്ന ത്രികോണത്തിൽ നിന്നും എ ബി സിക്ക് തുല്യമായിട്ടുള്ള കോണുകൾ കണ്ടുപിടിച്ച് എഴുതുക എന്നുള്ളതാണ് അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ആ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ റൂൾ ചെയ്ത് അപ്ലൈ ചെയ്യുന്നു. ഒരു ത്രികോണത്തിലെ വശങ്ങളെല്ലാം മറ്റൊരു ത്രികോണത്തിലെ വശങ്ങൾക്ക് തുല്യമാണെങ്കിൽ തുല്യമായ വശങ്ങൾക്കെതിരെയുള്ള കോണുകൾ തുല്യമായിരിക്കും. അതായത് if the sides of a triangle are equal to the sides of another triangle also equal ആയിരിക്കും. ഓക്കെ, അതായത് ഈ ത്രികോണത്തിലെ തുല്യമായ കോണുകൾക്കെതിരെയുള്ള വശങ്ങൾ തൊട്ട് അപ്പുറത്തെ ത്രികോണത്തിലെ തുല്യമായ കോണുകൾക്കെതിരെയുള്ള വശങ്ങളായിരിക്കും. ഓക്കെ, ടെക്സ്റ്റിൽ തന്നിട്ടുള്ള ആദ്യത്തെ രണ്ട് ക്വസ്റ്റ്യനുകൾ നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട്. ബാക്കി ക്വസ്റ്റ്യനുകൾ നിങ്ങൾ വീട്ടിലിരുന്ന് വർക്ക് ചെയ്യാൻ ശ്രമിക്കുക. വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് ആ ക്വസ്റ്റ്യനുകളുടെ ഡൗട്ടുകൾ ക്ലിയർ